വാർത്തകൾ വായിക്കുന്നത് അനുജി. മഹാകവി ജി മെമ്മോറിയൽ റോഡ് അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റൂർ കരിയാട് റോഡിൽ നിന്ന് ആരംഭിച്ച് നായത്തോട് പാടശേഖരം വഴി മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജന്മഗൃഹത്തിനരികിലൂടെ പോകുന്നതും മഹാകവി ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്ത് സമാപിക്കുന്നതുമായ റോഡ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവാക്കിയാണ് നിർമ്മിച്ചത്. എത്തിപ്പെടുവാൻ മാർഗമില്ലാതിരുന്ന ഏക്കർ കണക്കിന് ഭൂമിയുടെ മധ്യത്തിലൂടെ ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വയൽവേദി അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്നതിനോടൊപ്പം നാടിന്റെ അഴക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. പ്രദേശനിവാസികളുടെയും അങ്കമാലി നഗരസഭയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമായതാണ് ഈ പാത. കൊച്ചി എയർപോർട്ടിലേക്കും MC റോഡിലേക്കുമുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കൗൺസിലർമാരായിരുന്ന ആളുകള് ഗിരീഷനായാലും സുലോചന ചേച്ചിയായാലും ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഷിയോപ്പോഴും ഒക്കെ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഓരോ ഭരണസമിതിയും അതുപോലെ നമ്മുടെ മുൻ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ് തെറ്റയില് ഇങ്ങനെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ റോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിവിടെ പറഞ്ഞതുപോലെ നിരവധി ആളുകള് റോഡിനാവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് വിട്ടുതന്നു. അത് ലഭ്യമായതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇത്രയും മനോഹരമായിട്ട് റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നലെയും ഈ റോഡിലൂടെ കടന്നുപോയി. അപ്പൊ നമുക്ക് ചെത്തിക്കോട് ഭാഗത്തുനിന്ന് നായത്തോടേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ്. എനിക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നായത്തോട്ടേക്ക് പ്രവേശിക്കുന്നതിന് വരുന്നുണ്ട്. നായത്തോട് സ്കൂൾ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാനായിട്ട് മാത്രവുമല്ല നല്ല പാടശേഖരങ്ങളും ഒക്കെ ആയിട്ട് ഇരുവശങ്ങളും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പൂർത്തീകരണം ഇവിടെ സാധ്യമായിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാനുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു, നമുക്കിത് ഇനിയും കുറെ കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ എനിക്ക് തോന്നുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നമുക്ക് വരേണ്ടതായിട്ട് വരും. നമുക്കിതിനെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇവിടെ നമുക്ക് കുറച്ച് വെള്ളക്കെട്ടിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അത് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ ചെയർമാനായാലും അതുപോലെ തന്നെ വാർഡ് കൗൺസിലറായാലും ഇവിടുത്തെ മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് PWD നമ്മുടെ മറ്റൊരു കരിയാട് റോഡ് PWDയുടെ റോഡാണ്. PWD ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിയോപോൾ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ജസ്മി ജിജോ, ജാൻസി അരീക്കൽ, റോസ്ലി തോമസ്, ജിത ഷിജോയ്, രജനി ശിവദാസൻ, സാജു നെടുങ്ങാടൻ, ലില്ലി ജോയ്, സരിത അനിൽകുമാർ, KV ആന്റു, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, മുനിസിപ്പൽ എഞ്ചിനീയർ TV ശോഭിനി എന്നിവർ പ്രസംഗിച്ചു. ഇങ്ങനെ പാടശേഖരത്തിന്റെ നടുവിലൂടെ ഒരു വരമ്പ് മാത്രം ഉണ്ടായിരുന്നിട്ടാണ് ഇത്രയും വീതിയുള്ള റോഡ്. സ്വാഭാവികമായും ഒരുപാട് പേരുടെ വിട്ടുവീഴ്ചയും സഹകരണവും അതുപോലെ തന്നെ സാഹസിക മനോഭാവം അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് റോഡുണ്ടാകുന്നത്. ഇത്രയും റോഡിന്റെ തുടക്കം ഇതുപോലെ ഒരു ദിവസം ഇവിടെ ഈ എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും വന്ന് സ്ഥലങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. നമ്മുടെ എറണാകുളത്തുകാരൻ രാജൻ എന്ന് പറഞ്ഞ എല്ലാവരും പാന്റ് ഷോപ്പ് കിട്ടി സഞ്ചി നോക്കിയിട്ട് ഒരു പുള്ളി ഇവിടെ ചുറ്റിക്കറങ്ങി കുറെ സ്ഥലങ്ങൾ മേടിച്ച കൂട്ടത്തിലാണ് ഈ റോഡിന്റെ ഇങ്ങേ വശത്തുള്ള കിഴക്ക് വശത്തുള്ള സ്ഥലം
വാങ്ങി അദ്ദേഹം ആ വരമ്പിനോട് ചേർന്ന് മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാലടി മെറ്റൂർ എയർപോർട്ട് റോഡിനെയും ശിവനാരായണ ടെമ്പിൾ റോഡിനെയും ബന്ധിപ്പിക്കുന്ന അങ്കമാലി നഗരസഭ വാർഡ് 11 ചമ്പല റോഡ് എക്സ്റ്റൻഷന്റെ നിർമ്മാണമാണ് MLA ഫണ്ടിൽ നിന്നും. അതിനു മുമ്പ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അനൗദ്യോഗികമായി നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ളത് നായത്തോട് പ്രദേശത്തെ മുത്താട്ട് അശോകൻ എന്ന് പറയുന്ന നമ്മുടെ ഡയറിയിലെ ജീവനക്കാരായിരുന്ന അശോകൻ ചേട്ടനാണ്. പിന്നീടാണ് ഭൂവുടമകളെല്ലാം കൂടി സഹകരിച്ച് ഇങ്ങനെ റോഡ് വേണം. കൗൺസിലേഴ്സ്, രാഷ്ട്രീയ നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, MLA ശ്രീ റോജീന്ദ്രനെ കണ്ട് ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ട സഹായം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ PA രഘുവിനെ വെച്ചിട്ട് റോഡ് നോക്കുവാനും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും അതിനുശേഷം അദ്ദേഹം ഇവിടെ വരികയും അത് നോക്കുകയും മുനിസിപ്പാലിറ്റിയോട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആദ്യം 35 ലക്ഷം രൂപയായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷം പെട്ടെന്ന് 5 ലക്ഷം രൂപ കുറവ് വന്നതിനാൽ രണ്ടാമത് എസ്റ്റിമേറ്റ് എടുത്ത് 30 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നമുക്കറിയാം, നിരവധി ഭൂവുടമകൾ ഈ റോഡിന്റെ നിർമ്മാണത്തിന് സ്ഥലം വിട്ടുതരികയും അതിലെടുത്തു പറയത്തക്ക അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ നിർബന്ധം ശ്രീ KV ആനന്ദൻ, ശ്രീ വിജയത്തിൽ പൗലോസും അതുപോലെ തന്നെ ശ്രീ ജോസഫും പ്രശാന്തും അങ്ങനെ നിരവധി പേർ ഇതിനു വേണ്ടി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.